അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ചെറിയ ഭയമുണ്ട്, കാരണം എഞ്ചിൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വണ്ടിക്ക് വലി കുറവുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. ഞങ്ങളപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു, അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ല, ഹെവി ബ്ലോക്കാണ്. വണ്ടികൾ സീനായിട്ട് തന്നെയാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ്. ഒന്നാമത് വണ്ടിക്ക് വലിയില്ല, നല്ല കംപ്ലൈൻറ്റിലാണ്. ഇപ്പോൾ വലി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം വണ്ടി വഴിക്കായാൽ ചുരത്തിൽ പെടാൻ സാധ്യത കൂടുതലാണ്. മാക്സിമം പോയി നോക്കാം എന്തായാലും. ഇനിയിപ്പം മേലോട്ട് വലിയ വലിയ വളവുകളാണ്, എങ്ങനെയാവും എന്തോ. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചുരമാണെങ്കിലും കാഴ്ചകൾ ഒരു രക്ഷയില്ലാട്ടോ. നമ്മൾ എപ്പോൾ പോകുമ്പോഴും ചുരം വേറെ തന്നെ ഒരു രസമാണ്, അവിടുത്തെ കാഴ്ചകൾ കാണാൻ. അങ്ങനെ ഈ ലോറീനെ മറികടന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി. ഭാഗ്യത്തിന് വണ്ടി കുറച്ചൊക്കെ വലി കെട്ടുന്നുണ്ട്, അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ മഴയില്ല, മഴ തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് യാത്രാ ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആകെ കുടുങ്ങിയേനെ. ഈ ഒരു കാലാവസ്ഥ നല്ല രസമുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സുഖമാണ്. പക്ഷേ വണ്ടിയുടെ ഈ ഒരു പ്രശ്നം കാരണമാണ് ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നത്. ആദ്യം പാലക്കാട് മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, ഇതുവരെ നിർത്തിയിട്ടില്ല. റോഡിൻ്റെ അവസ്ഥ എന്തായോ എന്തോ. അപ്പോൾ ഫസ്റ്റ് വളവ് ഞങ്ങൾ കയറി കേട്ടോ. വണ്ടി കയറുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് കയറ്റായി വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആദ്യം ഇപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി, അപ്പോൾ അവന് അതിൻ്റെ സന്തോഷത്തിലാണ്. ഞങ്ങളിതിന് മുമ്പ് ചെറുതായിരുന്നപ്പോൾ ഇതിന് ചെറിയ ചെറിയ ട്രാവലൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് വേറെ ബൈക്ക് ഉണ്ട്, അതിനകത്ത് ഇവനെ കോഴിക്കോടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് ചെറുതാണ്. അതിനുശേഷം ഇപ്പോൾ സ്കൂട്ടറിൽ എൻ്റെ കൂടെ ഇപ്പോൾ കുറച്ചായി, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഈ സ്കൂട്ടറിൽ. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് പുള്ളിക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോയത് ഒരു രാവിലെയാണ്, അതുകൊണ്ട് തന്നെ ഇവന് വലിയ കാഴ്ചകൾ കാണാൻ വലിയ മൂടില്ലായിരുന്നു. ഇവൻ എൻ്റെ പുറത്ത് ചാരി ഉറങ്ങായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവന് കാഴ്ചകൾ കാണാൻ ഫോണിൽ വീഡിയോ വാർത്ത, അതൊക്കെ തന്നെയാണ് പുള്ളീൻ്റെ ഇന്നത്തെ ലക്ഷ്യം എന്ന് തോന്നുന്നു. ഇടയ്ക്കത്തെ ക്ലാസ്സിലൂടെ ടാറ്റയൊക്കെ തരുന്നുണ്ട്. പുള്ളി എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നു. എന്തായാലും ആദ്യം ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ യാത്രയിലായതുകൊണ്ട് ആരാ എന്താണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം മറ്റു വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും. ഗൈസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, സ്കൂട്ടർ നന്നായിട്ട് കയറുന്നുണ്ട്. വലിയ വലിമുട്ടൽ തോന്നുന്നില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറുന്നുണ്ട്. സ്പീഡൊക്കെ കുഴപ്പമില്ലാണ്ട് തന്നെ കയറുന്നുണ്ട്, നോർമലായിട്ട് തന്നെ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാർ ബൈക്കുകാരൊക്കെ നോക്കുന്നുണ്ട്, കാരണം സൗണ്ട്